ഇന്ന് നമുക്ക് സോയാ ചങ്ക് അല്ലെങ്കിൽ മീൽ മേക്കർ ബിരിയാണി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: ബിരിയാണി റൈസ് 1 കപ്പ്, സോയാ ചങ്ക് അല്ലെങ്കിൽ മീൽ മേക്കർ 1/4 കപ്പ്, ഒരു തക്കാളി, വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് 1, ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല പൗഡർ 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് എണ്ണ, ഉപ്പ്, കുറച്ച് മല്ലിയില, 1/4 കപ്പ് വെള്ളം. ഇപ്പോൾ ബിരിയാണി റൈസ് നന്നായി കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്കതിനെ നല്ല പ്യുവർ വാട്ടറിൽ സോക്ക് ചെയ്ത് വയ്ക്കാം. ബിരിയാണി അരി നന്നായി കഴുകി അതിലേക്കിപ്പോൾ 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കാൻ പോണത്. 1 കപ്പ് റൈസിന് 1/4 കപ്പ് വെള്ളം. ഇതൊന്ന് കുതിരട്ടെ. ഇതേ വെള്ളം തന്നെയാണ് നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്യാൻ പോണത്. അതുകൊണ്ട് നമ്മൾ എടുക്കുന്നത് നല്ല പ്യുവർ വെള്ളമായിരിക്കണം. ഇപ്പോൾ ഈ മീൽ മേക്കർ നമുക്കൊരു 1/2 അവർ നല്ല തിളച്ച വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കണം, കുതിരാൻ വെക്കണം. ഇത് നമുക്കൊരു 1/2 അവർ കഴിഞ്ഞിട്ട് അതിനെടുത്ത് സ്ക്വീസ് ചെയ്യാം. ഇപ്പോൾ ഈ തക്കാളി നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോവാണ്. ഇത് വല്ലാണ്ട് ഫൈൻ പേസ്റ്റ് ആക്കണ്ട. തക്കാളി ഒന്ന് അടിച്ചു വെച്ചു. ഇപ്പോൾ സോയാ ചങ്ക് നന്നായി കുതിർന്ന് കഴിഞ്ഞു. നമ്മൾ അതിനെടുത്ത് നന്നായിട്ട് സ്ക്വീസ് ചെയ്തിട്ട് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ചില്ലി പൗഡർ, കുറച്ച് ഉപ്പ് ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അതിനെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് വെച്ചു. ഇപ്പോൾ ഒരു ഫ്രൈയിങ് പാൻ അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മീൽ മേക്കർ ഇട്ട് കൊടുക്കാം, സോയാ ചങ്ക് ഇട്ട് കൊടുക്കാം. അതിനൊന്ന് ഇടയ്ക്ക് ഇളക്കിയിട്ട് സിം മോഡിൽ വെച്ചിട്ട് സ്റ്റൗ സിമ്മിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതൊന്ന് ഫ്രൈ ആവട്ടെ. ഇപ്പോൾ സോയാ ചങ്ക്സ് നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞു. നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. ഇപ്പോൾ നമ്മളൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതും ചൂടാവട്ടെ. ചൂടായി കഴിയുമ്പോൾ അതിൽ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിനെ ഒരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ വഴറ്റാം. വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടാൻ എളുപ്പമാവും. ഇപ്പോൾ ഇത് കുറച്ചൊന്ന് കളർ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിട്ട് കൊടുത്തൊന്ന് ഇളക്കാം. അതിൻ്റെ കൂടെ തന്നെ ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി ഇതെല്ലാം ഇട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ സ്റ്റവ് സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള തക്കാളി ഒഴിക്കാം. അതൊന്ന് വഴറ്റിയ ശേഷം നമുക്കതിൽ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മല്ലിയിലേന്ന് പാതി ഇട്ട് കൊടുക്കാം. ഇതിൽ കുറച്ചും കൂടി ഉപ്പ് വേണം. ഉപ്പ് വളരെ ശ്രദ്ധിച്ചിട്ടിട്ടാൽ മതി. കാരണം നമ്മൾ സോയാ ചങ്കിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, ഉള്ളി വഴറ്റുന്ന സമയത്തും കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് കെയർഫുള്ളായിട്ട് ഇടണം.
അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കും. ഇപ്പോൾ നമ്മൾ ബാസ്മതി റൈസിൻ്റെ കൂടെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള വെള്ളമാണ് അതിൽ ഒഴിക്കാൻ പോകുന്നത്. 1 കപ്പ് റൈസിന് 1.25 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് വെള്ളം മുഴുവൻ അതിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം കുറച്ച് ജാസ്തി വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഈ സമയത്ത് അതിലുള്ള ഗ്രേവിയിൽ നമ്മൾ ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായി തിളച്ച് കഴിഞ്ഞു. ഈ സമയത്ത് നമുക്ക് റൈസ് അതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കുക്കർ അടച്ചു വെച്ചിട്ട് നമ്മൾ ഫ്ലെയിം സിമ്മിൽ വയ്ക്കാൻ പോവുകയാണ്. ഫസ്റ്റ് വിസിൽ വരുന്നതിൻ്റെ മുമ്പ് നമുക്കത് ഓഫാക്കിയിടണം. ഫസ്റ്റ് വിസിൽ വരാറാവുന്ന സമയത്ത് സ്റ്റവ് ഓഫാക്കിയിടാം. ഇപ്പോൾ ഫ്ലെയിം സിം മോഡിലാണ് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് വിസിൽ വരുന്നതിൻ്റെ മുമ്പ് നമുക്ക് ഓഫാക്കാം. ഫസ്റ്റ് വിസിൽ ഏകദേശം വരാറായിട്ട് നമുക്ക് സ്റ്റവ് ഓഫാക്കി കൊടുക്കാം. ഇപ്പോൾ കുക്കറിൽ പ്രഷർ കമ്മിയായി കഴിഞ്ഞ് നമുക്കത് തുറന്ന് നോക്കാം. ഇത് വെള്ളമൊന്നും ജാസ്തി ഇല്ല. ഈ സമയത്ത് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള മല്ലിയില അതിൽ ഇട്ട് കൊടുക്കാം. ഇതിനൊരു സെർവിങ് ബൗളിലേക്ക് ആക്കിയിട്ട് സെർവ് ചെയ്യാം. ഇപ്പോൾ സോയാ ചങ്ക് ബിരിയാണി സെർവ് ചെയ്യാൻ റെഡിയായി കഴിഞ്ഞു.